السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവൻ്റെ പുണ്യമദീനയിൽ അന്തിയുറങ്ങുന്ന മുത്തുനബിയെ സിയാറത്ത് ചെയ്യാനും മഹത്തായ റൗള ഷരീഫിൻ്റെ ഉള്ളിൽ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാനും ജന്നത്തുൽ ബഖീഇലെ 10,000 സ്വഹാബത്തിൻ്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഈ ദുആ അള്ളാഹു സ്വീകരിക്കുകയും നമ്മുടെ ഇഹത്തിലെ പരത്തിലെ വിജയത്തിന് അതിനെ കാരണമാക്കുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. പറഞ്ഞു വെച്ചതിലെ പ്രധാന കാര്യം ഒന്ന്, ഖിബലയുടെ ഭേദഗതി. റസൂലുള്ള മക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കഅബ ഷരീഫിലേക്ക് നിസ്കരിച്ചിരുന്ന റസൂലുള്ള മദീനത്തെത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. അതനുസരിച്ച് 16 അല്ലെങ്കിൽ 17 മാസക്കാലം മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. ജൂതന്മാരുടെ ഖിബല അതാണ്. ക്രിസ്ത്യാനികളുടേത് മശ്രിക്ക്, കിഴക്ക് ഭാഗം. അങ്ങനെയാണ്. 16-17 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിയെ കഅബാലയത്തിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചു. അതിന്റെ സന്ദർഭം ഉണ്ടായത്, ബനു സലമ വംശജർ താമസിക്കുന്ന സ്ഥലത്തേക്ക് റസൂലുള്ള ളുഹർ നിസ്കാര സമയത്ത് അതിന്റെ കുറച്ച് മുമ്പായിട്ട് വന്നു. അവിടെ എത്തി. അപ്പൊ അവർ പറഞ്ഞു, ഇനി ഭക്ഷണം കഴിച്ചിട്ട് നബിയെ പോകാൻ പറ്റൂ. സൽക്കരിച്ചു. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ റസൂലുള്ള കുറച്ച് സമയം അവിടെ തങ്ങി. അങ്ങനെ ളുഹർ നിസ്കാരത്തിന്റെ സമയമായി. ആ നിസ്കാരത്തിൽ 2 റക്അത്ത് ഒരു ഭാഗത്തേക്കും 2 റക്അത്ത് മറുഭാഗത്തേക്കും തിരിഞ്ഞിട്ട് നിസ്കരിച്ചു. അതുകൊണ്ട് ആ പള്ളിക്ക് മസ്ജിദുൽ ഖിബലത്തൈനി എന്ന് പറയും. മദീനത്തുള്ള ഒരു പള്ളിയാണത്. അള്ളാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാവട്ടെ. ആ പള്ളിക്കൊക്കെ ധാരാളം കഥകൾ പറയാനുണ്ട്. അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. ഏതായിരുന്നാലും ശരി, ഇപ്പോൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കഅബാലയത്തിലേക്ക് തെറ്റിച്ചല്ലോ, അത് പലരും വിമർശന വിധേയമാക്കി. ഖുറൈശികൾ പറഞ്ഞു, ഏതായിരുന്നാലും നമ്മുടെ ഖിബലയിലേക്ക് തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് നമ്മുടെ മതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെയായിരുന്നു അവരുടെ കമന്റ്. ജൂതന്മാര് പറയാൻ തുടങ്ങി, ഈ ആൾക്ക് ഈ ഖിബലയെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെ കുറിച്ചോ ഒരു ധാരണയില്ല, ഒരു മുൻധാരണയില്ല. ചിലപ്പോൾ അങ്ങോട്ട് പറയും, ചിലപ്പോൾ ഇങ്ങനെ പറയും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇതൊരു സ്ഥിരതയില്ലാത്ത പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കാൻ തുടങ്ങി. ഇങ്ങനെ പലരും വിമർശിക്കാൻ തുടങ്ങി. വിമർശനം സാധുജനങ്ങളുടെ സ്വഭാവമാണ്. പരിഹാസം. ബുദ്ധിയുള്ളവൻ ഒരിക്കലും പരിഹസിക്കാൻ നിൽക്കില്ല. പരിഹാസം ഒന്നിനും പരിഹാരവുമല്ല. അത് സംബന്ധമായിട്ടാണ് അള്ളാഹു ഇറക്കിയത്. നമുക്ക് അതിലേക്ക് കിടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. سيقول السفهاء, ബുദ്ധി കുറഞ്ഞവർ പറയും. മിനന്നാസി, ജനങ്ങളിലെ ബുദ്ധി കുറഞ്ഞ വിഭാഗം പറയും. മാ വല്ലാഹും, ഇവരെ തെറ്റിച്ച കാര്യം എന്താകുന്നു. അൻ ഖിബലത്തിഹിം, അവരുടെ ഖിബലയെ തൊട്ട്. അല്ലത്തി കാനു അലൈഹ, അവർ ഏതൊരു ഖിബലയുടെ മേലാണോ ആയിരുന്നത് അതിനെയും വിട്ട് തെറ്റിച്ച കാര്യം എന്ത്. എന്തപ്പത് കഥ? ഇതുവരെ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ നിസ്കരിച്ചിരുന്നത്, ഇപ്പൊ എന്താ എങ്ങോട്ട് മാറി എന്ന് പറയും ബുദ്ധിഹീനർ. ബുദ്ധി വളരെ ഖനം കുറഞ്ഞ ആളുകൾ. ജൂതന്മാർക്കും അതുപോലെ തന്നെ മുശ്രിക്കുകൾക്കൊക്കെ ഉള്ള മറുപടിയാണ്. ഈ വിമർശനക്കാരൊക്കെ ബുദ്ധിയില്ലാത്തവരാണെന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചു ഖിയാമത്ത് നാൾ വരെയുള്ള. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ലില്ലാഹി, അള്ളാഹുവിനാകുന്നു, അൽ മശ്രിഖു, ഉദയഭാഗവും, വൽ മഗ്രിബു, അസ്തമാന ഭാഗവും. ഭാഗങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതിന് ഒരു പ്രത്യേകതയുമില്ല. അള്ളാഹു അതിന് പ്രത്യേകത കൽപ്പിച്ചാലല്ലാതെ. അപ്പൊ ഒരു ദിവസം അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ അള്ളാഹു പറഞ്ഞാൽ ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ടായി.
അത് ഇന്നതുവരെ പിന്നീട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആ പ്രത്യേകത അവിടെ നിന്ന് മാറ്റപ്പെട്ടു, അത് ഇങ്ങോട്ടായി. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിനാകുന്നു ഉദയഭാഗവും അസ്തമാന ഭാഗവും അള്ളാഹുവിനാകുന്നു. യഹ്ദീമൻ യശാഉ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ചേർക്കും. ഇലാ സുറാത്തി മുസ്തഖീമിൻ, വളവും തിരിവുമില്ലാത്ത ചൊവ്വായ മാർഗത്തിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക് വളവും തിരിവുമില്ലാതെ അങ്ങനെ ജീവിച്ച് നല്ലവരെത്തുന്ന ആ നല്ല ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ചേർക്കുന്നത് അവൻ ഉദ്ദേശിച്ചവരെയാകുന്നു. ഇത്തരം വിമർശകർക്ക് അത് ബാധകമല്ല, അത് ലഭിക്കില്ലെന്നർത്ഥം. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. വകദാലിക, ഈ പറഞ്ഞതുപോലെ, ഇപ്പൊ പറഞ്ഞതെന്താ? ഖിബില കഅബയായിട്ട് നിശ്ചയിക്കപ്പെട്ടു. ഇനി ലോകത്തിന്റെ മുഴുവൻ മൻളർ, നോട്ടസ്ഥലം അത് കഅബ ശരീഫാകുന്നു. ഇതിന് ഇനി മാറ്റമില്ല. ഇങ്ങനെ അള്ളാഹു തീരുമാനിച്ചല്ലോ, അതുപോലെ മറ്റൊരു തീരുമാനമുണ്ട്. അതാ പറയുന്നത്. വകദാലിക, ഇതേ ക്രമത്തിൽ ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു, ഉമ്മത്തം വസത്തൻ, ഏറ്റവും ഗുണകരമായ സമൂഹമാക്കിയിരിക്കുന്നു. സമൂഹത്തിലെ ഏറ്റവും ഗുണകരമായ അത്യുന്നതരായ സമൂഹം അത് ഉമ്മത്തും മുഹമ്മദീയത്താകുന്ന നിങ്ങളാകുന്നു. എന്തിനാണ് അള്ളാഹു ഇത്ര നല്ലവരായി നിങ്ങൾക്ക് സ്ഥാനം നൽകിയത്? ലിതകൂനു, നിങ്ങളാകാൻ വേണ്ടി, ശുഹദ, ആ സാക്ഷികളാകാൻ വേണ്ടി, അലന്നാസി, ജനങ്ങളുടെ മേൽ സാക്ഷി പറയാൻ പറ്റുന്ന ആളുകളാണ് നിങ്ങൾ. നാളെ പരലോകത്ത് നിങ്ങളുടെ സാക്ഷിമൊഴിയെ സ്വീകരിക്കപ്പെടുമെങ്കിൽ നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ അത്യുന്നത സമൂഹമാകുന്നു. എന്താ സംഭവം? നാളെ പരലോകത്ത് എത്തുന്ന സമയത്ത് അമ്പിയാക്കളുടെ ജനങ്ങൾ അമ്പിയാക്കൾക്ക് എതിരായിട്ട് സംസാരിക്കും. അള്ളാഹുവേ, ഈ നബിമാര് അവിടെ വന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ഇതൊന്നും എത്തിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർഗം തെറ്റി നടന്നത് എന്നവർ പറയും. അത് പറയുമ്പോൾ അമ്പിയാക്കൾ പറയും, അല്ല, ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വാദിയും പ്രതിയുമായി. ഇങ്ങനെ വരുമ്പോൾ ഈ വാദിക്കുന്ന ആളാണല്ലോ തെളിവ് നിരത്തേണ്ടത്. അമ്പിയാക്കളോട് അള്ളാഹു പറയും, നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് തെളിവ് വേണം, സാക്ഷി വേണം, എന്നാലേ നിങ്ങൾക്ക് അനുകൂല വിധി വരൂ. അവർ പറയും, ഞങ്ങൾക്ക് സാക്ഷികളുണ്ട്. ആരാണ് സാക്ഷികൾ? അത് ഉമ്മത്തും മുഹമ്മദീയത്താകുന്നു. ഇവർ പറയും, ഇവർക്ക് അനുകൂല സാക്ഷികളായി വരില്ല എന്ന് പറയും. അള്ളാഹു ഈ ഉമ്മത്തും മുഹമ്മദീയത്തിനെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ വന്നിട്ട് സാക്ഷിമൊഴി നൽകും, ഞങ്ങൾ ഈ അമ്പിയാക്കൾക്ക് അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കുന്നു, ഇവർ ഇവരുടെ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് മുഴുവൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആ ഉമ്മത്ത്, ആ നബിമാർക്ക് എതിരിൽ വാദിക്കുന്ന ആ ഉമ്മത്ത് പറയും, അള്ളാഹുവെ, ഇവരുടെ ഈ മൊഴി സ്വീകരിക്കാൻ പറ്റില്ല. അതിന് കാരണം ഞങ്ങളുടെയും ഇവരുടെയും കാലഘട്ടം വളരെ വിദൂരതയുള്ളതാണ്. ഞങ്ങൾ ജീവിച്ച് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ്, ഞങ്ങളുടെ തരി പോലും പൊടി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവരെ പറ്റില്ല. ഇപ്പോഴാണ് പറയുന്നത്. അത് പറയുമ്പോൾ അള്ളാഹു ഉമ്മത്തിനോട് ചോദിക്കും, ഉമ്മത്ത് മുഹമ്മദീയത്തിനോട് ചോദിക്കും, എങ്ങനെ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു? ഇവർ നിങ്ങളെക്കാൾ ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചവരല്ലേ. ഇവരുടെ കാര്യത്തിൽ ഈ അമ്പിയാക്കൾക്ക് അനുകൂലമായിട്ട്, ഈ അമ്പിയാക്കളുടെ ജനങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ എങ്ങനെ സാക്ഷിമൊഴി നൽകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉമ്മത്ത് മുഹമ്മദീയത്തിന്റെ മറുപടി, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ നബി പറഞ്ഞു തന്നത് സത്യമേ ആകൂ. ആ നബി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി തന്റെ കൗമിനെ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഈസാ നബി പഠിപ്പിക്കേണ്ടത് തന്റെ ജനതക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്യാസ് നബി, ഹൂദ് നബി, എല്ലാ നബിമാരും അവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടെന്ന് ഞങ്ങളുടെ നബിമാര് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നവർ പറയും. അതാണ് പറഞ്ഞത്, ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ
കഴിഞ്ഞുപോലെ അമ്പിയാക്കളുടെ ജനതക്കെതിരായിട്ട് സാക്ഷ്യം വഹിക്കും. എന്നിട്ടോ റസൂലു മുത്തുനബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവുകയും ചെയ്യും അലൈക്കും നിങ്ങളുടെ മേൽ ഷഹീദൻ സാക്ഷിയാകും. നിങ്ങളിപ്പോ സാക്ഷി പറഞ്ഞല്ലോ ഈ അമ്പിയാക്കൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതിനെന്താ സാക്ഷി? അതിന് സാക്ഷി മുത്തുനബിയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. അതോടുകൂടെ കാര്യം തീരുമാനമായി. അപ്പോ നാളെ പരലോകത്ത് നിർണായക ഘട്ടത്തിൽ അമ്പിയാക്കളെ സഹായിക്കാൻ ഈ ഉമ്മത്ത് മുഹമ്മദീയത്തിന് അള്ളാഹു പദവി നൽകിയെങ്കിൽ നിങ്ങളെ ഞാൻ ആക്കിയിട്ടുള്ളത് ഉമ്മത്തം വസത്തൻ അത്യുത്തമ സമൂഹമാകുന്നു. എന്താ തെളിവ്? വമാ ജഅൽനൽ ഖിബലത്ത, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വമാ ജഅൽനൽ ഖിബലത്ത, ഈ ഖിബല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഅബ ശരീഫിലേക്കാണ് തെറ്റിച്ചിട്ടുള്ളത്, മറക്കണ്ട. വമാ ജഅൽനൽ ഖിബലത്ത, ഈ ഖിബലയെ നാം ആക്കിയിട്ടില്ല. അല്ലത്തി കുന്ത അലൈഹ, ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഖിബലയുടെ മേലാണോ ആയിട്ടുള്ളത്, അത് കഅബ ശരീഫ് ഖിബല, ആ ഖിബലയെ നാം ആക്കിയിട്ടില്ല. ഇല്ലാലി നഅലമ, ഞാൻ അറിയാൻ വേണ്ടിയിട്ടല്ലാതെ. അള്ളാഹു പറയുന്നു മൻ യത്തബിഉർ റസൂല, ഈ റസൂലിനോട് പിൻപറ്റുന്നവൻ ആര് എന്ന്. ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോ എതിരാളികളൊക്കെ ഇങ്ങനെ എതിർത്തപ്പോ, ഇതിനാകെ തകർക്കാൻ ശ്രമിച്ചപ്പോ ആരൊക്കെയാണ് പിടിച്ചു നിൽക്കുക, ആരൊക്കെയാണ് റസൂലുള്ളാഹിയോട് എന്തു വന്നാലും ശരി പിൻപറ്റുമെന്ന് തീരുമാനിക്കുക, അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാകുന്നു. മിമ്മയ്യങ്കലിബു അല അഖിബൈഹി, മടമ്പുകളുടെ മേൽ, രണ്ട് കാലിന്റെ മടമ്പുകളുടെ മേൽ അവരെയും വിട്ടു. കാലിന്റെ മടമ്പിന്റെ മേൽ പിന്നാക്കം മടങ്ങുന്നതിന്റെ അർത്ഥം. അപ്പൊ പിന്നിലേക്ക് പോകുന്നവരും റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവരുമുണ്ട്. ആ പിന്നിലേക്ക് പോകുന്നവരിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയോട് പിൻപറ്റുന്നത് ആരൊക്കെ എന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് തിരിയാത്ത കടല, പരസ്യമായിട്ടുള്ള തിരിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ തിരിഞ്ഞല്ലോ, കുറെ ആൾക്കാർ അങ്ങോട്ട് പോയി. അവർ കപടന്മാരായിരുന്നു, ജൂത മനസ്സുമായിട്ട് നടന്നവരായിരുന്നു, ഇതിനെ കളിയാക്കാനും പൊളിക്കാനും തകർക്കാനും ശ്രമിച്ചവരായിരുന്നു. ഈ താപ്പ് കിട്ടിയപ്പോൾ അവരങ്ങോട്ട് മാറി. ഒക്കെ ഇപ്പൊ തിരിഞ്ഞല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, വൈൻ കാനത്ത്, തീർച്ചയായും ഈ ഖിബല മാറ്റമായിരിക്കുന്നു കബീറത്തൻ, അത് വളരെ ഭാരിച്ചൊരു സംഗതിയാകുന്നു. വല്ലാത്തൊരു പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിങ്ങൾ അങ്ങനെ കളിയാക്കുന്നു, എല്ലാവരും ചുറ്റുഭാഗത്തിൽ നിന്ന് എതിർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ യാതൊരു ഇളക്കവുമില്ലാതെ ഇന്നേരത്ത് റസൂലുള്ള അതിൽ ഉറച്ചു നിൽക്കുകയും മുത്തുനബിയുടെ സമൂഹം അത് അപ്പടി തന്നെ കേട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. പ്രശ്നം വളരെ ഗുരുതരമായിരുന്നു. വൈൻകാനത്ത്, ഈ ഖിബലയുടെ മാറ്റം കബീറത്തൻ, വളരെ വലിയ കാര്യമായിരുന്നു. എന്നാൽ അത് വലിയൊരു കാര്യമായിട്ട് ഭാരമായിട്ട് അനുഭവപ്പെടാത്തൊരു വിഭാഗമുണ്ട്. അതാരെന്നറിയാമോ? ഇല്ല അലല്ലദീന ഹദല്ലോ, അള്ളാഹു ഹിദായത്ത് സന്മാർഗം നൽകിയ വിഭാഗത്തിന്റെ മേലൊഴികെ. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് തന്നെ തീരുമാനം, അത് എത്ര വലിയ തീരുമാനമാണെങ്കിലും. കാരണം റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനം അതെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട, അതിൽ സംശയിക്കേണ്ട, അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ഒരു ശങ്കയെങ്കിലും വെക്കേണ്ട ആവശ്യം അവർക്കില്ല. അവരല്ലാത്തവർക്കൊക്കെ ഈ തീരുമാനം വളരെ ഭാരമായിട്ട്, ബാധ്യതയായിട്ട് അനുഭവപ്പെട്ടു. എന്നാൽ ബൈത്തുൽ മുഖദ്ദസ് ഖിബിലയാക്കിയിട്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് മരണപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ടല്ലോ. ഇപ്പോൾ കഅബയിലേക്ക് മാറ്റിയപ്പോൾ അവരുടെ കാര്യത്തിൽ ചില സ്വഹാബത്തിന് വേവലാതി. പടച്ചോനെ, യഥാർത്ഥ ഖിബില ഇതാണെന്നാണല്ലോ ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് നിസ്കരിച്ചിട്ട് അന്ന് മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് സ്വർഗം കിട്ടുമോ, അവരുടെ നിസ്കാരം സഹിയാവുമോ എന്ന് ഒരു ശങ്ക. അതിന് മറുപടി അള്ളാഹു പറഞ്ഞു, വമാക്കാനല്ലാഹു ലിയുളിഅ ഈമാനക്കും, വമാക്കാനല്ലാഹു, അല്ലാഹു അല്ല, ലിയുളിഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിഷ്ഫലമാക്കുന്നവനല്ല, നിങ്ങളുടെ ഈമാനിനെ ഫലവത്താക്കും. അള്ളാഹു അങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെയും, ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെയും ചെയ്യുന്ന വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഈമാൻ. ആ ഈമാനിനെ അള്ളാഹു ഒരിക്കലും ഫലമില്ലാത്തതാക്കുകയില്ല, നിഷ്ഫലമാക്കുകയില്ല, അതിനെ ഫലവത്താക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല ബിന്നാസി, ജനങ്ങളെ കൊണ്ടുള്ള റഊഫുൻ, വളരെയേറെ കരുണ ചെയ്യുന്നവനാകുന്നു. അവന്റെ കാരുണ്യം അറ്റമില്ലാത്ത കരുണയാകുന്നു, കാരുണ്യ കടലാകുന്നു. റഹീമുൻ, പരലോകത്ത് കരുണ ചെയ്യുന്നവനാകുന്നു. ഈ ലോകത്ത് ഗുണം ചെയ്യുന്ന, നല്ലത് ചെയ്യുന്ന, അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ച് നീങ്ങുന്ന, പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന വിഭാഗത്തിന് പരലോകത്ത് പ്രത്യേകമായ റഹ്മത്ത്, കാരുണ്യം ചെയ്യുന്നവനാകുന്നു അള്ളാഹു.
ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ശത്റഹ് وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. കഅബ ഷരീഫിലേക്ക് മാറ്റപ്പെടുന്നതിന്റെ മുമ്പ്, എന്നാൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയുടെ മനസ്സ് എപ്പോഴും കഅബാലയത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവേ, എൻ്റെ പൂർവ്വ പിതാക്കളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചില്ലേ, ആ കഅബ ഇനി എനിക്ക് നൽകുമെന്നറിയാം. അത് എന്നാണ്? ആ വഹ്യി ഇപ്പൊ തന്നെ വരുമോ? അതൊന്നിട്ട് വന്നെങ്കിൽ ഈ ആഗ്രഹത്തോടു കൂടെ റസൂലുള്ള നിറഞ്ഞ പിടക്കുന്ന മനസ്സുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. അത് സംബന്ധമായിട്ടാണ് അള്ളാഹു പറയുന്നത്, ഖദ് നറാ, തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. ഖദ് എന്നത് മുസ്തഖ്ബിൽ കടക്കുമ്പോൾ ചിലപ്പോൾ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഖദ് നറാ, തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്. തഖല്ലുബ വജ്ഹിക, നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഫിസ്സമായി, ആകാശഭാഗത്തേക്ക്. എപ്പോഴാണ് ജിബ്രീൽ വഹയുമായിട്ട് വരിക? ഈ പ്രശ്നം എപ്പോഴാണ് കഅബാലയത്തിലേക്ക് മാറ്റപ്പെടുക എന്ന സന്തോഷം ഇങ്ങനെ മനസ്സിൽ അലതല്ലുന്നുണ്ട്. ആവേശം കൂടുതലാണ്. എപ്പോഴാണ് ഈ കൽപ്പന, ഈ ഭേദഗതി വരിക എന്ന നിലക്ക് ആകാശഭാഗത്തേക്ക് നിങ്ങളുടെ മുഖങ്ങനെ തിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഫലനുവല്ലിയന്നക, തീർച്ചയായും നിങ്ങളെ ഞാൻ തിരിക്കാൻ പോകുന്നു ഖിബലത്തൻ, ഒരു ഖിബിലയിലേക്ക്. ആ ഖിബില തെർലാഹ, നിങ്ങൾ തൃപ്തിയടയുന്ന ഖിബില. അതേത് ഖിബിലയാണത്? അത് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിനാൽ വലയം ചെയ്യപ്പെട്ടതായ കഅബ ഷരീഫ്. ആ കൽപ്പന ഈ വന്നതിന് ശേഷം ഉടനെ അള്ളാഹു തആല പറഞ്ഞു, ഫവല്ലി, ഇനി നിങ്ങൾ തിരിക്കൂ, വജ്ഹക, നിങ്ങളുടെ മുഖത്തെ, ഷത്റൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിക്കൂ. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചാൽ അത് കഅബയിലേക്കുള്ള തിരിക്കലാണ്. ഇനി മുതൽ മസ്ജിദുൽ ഹറാമിലേക്കാണ് തിരിക്കേണ്ടത്. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി, ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ തിരിക്കൂ, ശത്റഹു, ആ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക്. ഏത് നാട്ടിലായിരുന്നാലും ഇനി മുഖം തിരിക്കേണ്ടത് കഅബാലയ ഭാഗത്തേക്കാകുന്നു, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്കാകുന്നു. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളിയല്ലേ മസ്ജിദുൽ ഹറാം. വട്ടത്തിലാണ് സഫ്, എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു, വട്ടത്തിലാണ്. അതിന്റെ അപ്പുറത്ത് വേറെ വട്ടത്തിൽ, ഇങ്ങനെ വട്ടം വട്ടമായിട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയുള്ള ഒരു നിസ്കാരം. അപ്പൊ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള നിസ്കാരം ആ ഭാഗത്തേക്ക് തന്നെയായിരിക്കണം, നിയമമാണ്. ഖിയാമത്ത് നാൾ വരെ അതേ നിയമം തന്നെയാകുന്നു. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹ. എന്നാൽ ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? ഊത്തുൽ കിതാബ, കിതാബിന് നൽകപ്പെട്ട ജൂത നസ്രാണികൾ ഉണ്ടല്ലോ, അവർ ലയഅലമൂന, തീർച്ചയായും അവരറിയും, അന്നഹുൽ ഹഖു, ഇത് യാഥാർത്ഥ്യം ആകുന്നു, മിർ റബ്ബിഹിം, അവർ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് അവരറിയും. എങ്ങനെ അത് അറിയുന്നത്? അത് രണ്ട് നിലക്ക് അറിയുന്നുണ്ട്. ഒന്ന്, അവരുടെ കിതാബിൽ മുത്തുനബിയുടെ ഔസാഫുകൾ, വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖിബല മാറ്റപ്പെടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മാറ്റലും തിരിക്കലും ഒക്കെ അവർക്ക് തിരിയും, ഇത് റസൂലാണ് എന്നതിന്റെ തെളിവാണ് എന്ന്. മറ്റൊന്ന്, ഈ റസൂലുള്ളാഹിയുടെ നുബുവത്തിനെ കുറിച്ചും ആ റസൂലുള്ള പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചും ആ റസൂൽ മദീനയിലേക്ക് ഹിജറ വരുന്നതിനെ കുറിച്ചൊക്കെ അവരുടെ കിതാബിലുണ്ട്. ആ അടയാളങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ ഇത് റസൂലാണ്, ആഖിർ സമാനിന്റെ നബിയാണെന്ന് അവർക്ക് തിരിഞ്ഞല്ലോ. അങ്ങനെ തിരിഞ്ഞാൽ ആ നബി പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേ പറ്റൂ. അതിനാണ് റസൂലാണെന്നുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തിരിയാത്ത കേടില്ല. തിരിഞ്ഞിട്ടും തിരിയാത്തതുപോലെയുള്ള തിരിച്ചലാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പറയാനുള്ളത്, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അത് റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് കിതാബ് നേരത്തെ കിട്ടിയ കിതാബ് വാഹകരായ ജൂതന്മാരും നസാറാക്കളും തീർച്ച അവരറിയുന്നവരാകുന്നു. വമല്ലാഹു, അല്ലാഹു തആല അല്ല ബിഗാഫിലിൻ, അവൻ അശ്രദ്ധനല്ല, അമ്മാ യഅമലൂന, ഇതൊക്കെ അറിഞ്ഞിട്ട് അവർ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ, അവർ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധനല്ല. അവർ പ്രവർത്തിക്കുന്നത് എന്താ? അവർ പരിഹസിക്കാണ്. ഇയാളുടെ ഖിബലയുടെ കാര്യത്തിൽ ഇന്നും ഒരു തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ പറയും അങ്ങോട്ടാണെന്ന്, ചിലപ്പോൾ പറയും ഇങ്ങോട്ടാണെന്ന്.
ഇങ്ങനെയുള്ള അവരുടെ ഈ പറച്ചിലും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ, അവൻ ഒരിക്കലും തന്നെ അശ്രദ്ധനല്ല. അമ്മായി യഅമലൂന, ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ തൊട്ട് ഒരിക്കലും തന്നെ അശ്രദ്ധനല്ല. വലഇൻ അതൈതല്ലദീന ഊതുൽ കിതാബ ബികുല്ലി ആയത്തിൻ മാ തബിഉ ഖിബ്ലതക വമാ അൻത ബിതാബിഇൻ ഖിബ്ലതഹും വമാ ബഅദുഹും ബിതാബിഇൻ ഖിബ്ലത ബഅദ് വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. വലയിൻ അതൈതല്ലദീന ഊതുൽ കിതാബ, കിതാബിന് നൽകപ്പെട്ടതായ വിഭാഗത്തിന് നബിയെ തങ്ങൾ കൊണ്ടുവന്നാൽ, ബി കുല്ലി ആയത്തിൻ, എല്ലാവിധ തെളിവുകളും കൊണ്ടുവന്നു എന്ന് വെക്കുക. അവരാവശ്യപ്പെട്ട ഏത് തെളിവും കൊണ്ടുവന്നു എന്ന് വെക്കുക. എന്നാൽ തന്നെ മാ തബിഉ, അവർ തുടരുകയില്ല, ഖിബലത്തക്ക, നിങ്ങളുടെ ഖിബലയോട്. അവർക്ക് തെളിവില്ലാത്ത കേടല്ല, പിന്നെ അഹങ്കാരമാണ്, അസൂയയാണുള്ളത്. എന്താ ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, ഞങ്ങളല്ലേ നേതാക്കളാവേണ്ടത്? ഇങ്ങനെയുള്ള അഹന്തതയാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെളിവുകൾ ധാരാളം കൊണ്ടുവന്നാലും ശരി, എത്ര കൊണ്ടുവന്നാലും ശരി, മാ തബിഉ ഖിബലത്തക്ക, നിങ്ങളുടെ ഖിബലയോട് അവർ പിൻപറ്റുന്ന പ്രശ്നമേ ഇല്ല. ഒരു കാര്യം തീർത്തു പറയൂ, വമാ അൻത, നബിയെ തങ്ങളല്ല, ബി താബിഇൻ, തുടരുന്നവരല്ല, ഖിബലത്തഹും, അവരുടെ ഖിബലയോട്. 16-17 മാസക്കാലം അവരുടെ ഖിബലയോട് തുടർന്നല്ലോ. ഇനി ഒരിക്കലും അവരുടെ ഖിബലയോട് നബിയെ തങ്ങൾ തുടരില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള തീരുമാനം ഇങ്ങനെയാകുന്നു. വമാ ബഅദുഹും, ഈ അഹ്ലി കിതാബികളിൽപ്പെട്ട ചിലരല്ല, ബി താബിഇൻ, തുടരുന്നവരല്ല, ഖിബലത്ത ബഅദിൻ, മറ്റു ചിലരുടെ ഖിബലയെ. ജൂതന്മാരുടെ ഖിബലയാണ് മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നസാറാക്കൾ തിരിയുമോ? ഇല്ല. നസാറാക്കളുടെ ഖിബല മശ്രിക്കാണ്, സൂര്യോദയ സ്ഥലമാണ്. അങ്ങോട്ട് ജൂതന്മാർ തിരിയുമോ? അതുമില്ല. വമാ ബഅദുഹും, കിതാബ് ലഭിച്ചവരിൽ ചിലര്, ബി താബിഇൻ, തുടരുന്നവരല്ല, ബി ഖിബലത്ത ബഅദിൻ, മറ്റു ചിലരുടെ ഖിബലയോട് തുടരില്ല. ഒരു കാര്യം തീർത്ത് പറയുന്നു, ഈ സമൂഹത്തിലെ ഒരുത്തനും തന്നെ ആ സമൂഹത്തിലെ അവരുടെ വിഭാഗത്തോട് അവരുടെ ഇച്ഛക്കനുസരിച്ച് നീങ്ങാൻ പാടില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള തീരുമാനം അതാണ് വലഇനിത്തബഅത, നബിയെ തങ്ങൾ പിൻപറ്റിയാൽ, അഹ്വാഹും, അവരുടെ തടിയിച്ചയോടെ നിങ്ങൾ പിൻപറ്റിയാൽ, മിൻ ബഅദി മാ ജാഅക, നിങ്ങൾക്ക് വന്നതിന് ശേഷം, മിനൽ ഇൽമി, അറിവ്. നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തരാനുള്ളതൊക്കെ അറിയിച്ചു തന്നു. ഇത് നിങ്ങൾ ഉമ്മത്തിന് പഠിപ്പിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ അവരുടെ നബിയോടെ പറച്ചൽ, അവരുടെ ഇച്ഛക്കനുസരിച്ച് ചെയ്താൽ, അവരുടെ ഇച്ഛയോട് പിൻപറ്റിയാൽ, നബിയോട് പറയുന്നതിന്റെ അർത്ഥം നബി ചെയ്യുമെന്നല്ല, ഇത് ഉമ്മത്തിനോടുള്ള പറച്ചൽ നബിയോടാണെങ്കിലും ഉമ്മത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണിത്. അങ്ങനെ അറബിയിൽ പ്രയോഗമുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. ഒരാളോട് പറയേണ്ടത് അയാളോട് പറയാതെ മറ്റൊരാളോട് പറഞ്ഞിട്ട് ഇയാളെ കേൾപ്പിക്കലാണിത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ഇന്നക്ക, തീർച്ചയായും നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിൻപറ്റിയവൻ, ഇതൻ അന്നേരം ലമിനൽ ളാലിമീന, അക്രമികളിൽപ്പെട്ടവനായിത്തീരും. അവൻ വഴിതെറ്റി സഞ്ചരിക്കുന്നവനായിത്തീരും, യഥാർത്ഥ വഴിയെ തൊട്ട് തെറ്റിയവനായിത്തീരും. അതുകൊണ്ട് ഒരിക്കലും തന്നെ ജൂത നസാറാക്കളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുകയോ അവരുടെ തീരുമാനത്തിന് നിങ്ങൾ വഴിപ്പെടുകയോ അരുത്. അവസാന തീരുമാനം ഇങ്ങനെയാകുന്നു. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.